2 മാസം നീണ്ടുനിന്ന ഭാഗ്യാന്വേഷികളുടെ കാത്തിരിപ്പിന് അല്പസമയത്തിനകം അവസാനമാകും. ക്രിസ്തുമസ് പുതുവത്സര ബമ്പർ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഉടൻ ആരംഭിക്കും. തിരുവനന്തപുരം ഗോർഖി ഭവനിൽ വെച്ചാണ് നറുക്കെടുപ്പ് നടക്കുക. 20 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. 55 ലക്ഷം ടിക്കറ്റുകൾ അച്ചടിച്ചത്. 54,08,880 ടിക്കറ്റുകൾ വെള്ളിയാഴ്ച ഉച്ചയോടെ തന്നെ വിറ്റുപോയിരുന്നു. രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്ക് നൽകും. മൂന്നാം സമ്മാനമായി 20 വിജയികൾക്ക് 10 ലക്ഷം രൂപ വീതം ലഭിക്കും. ആകെ 93 കോടി രൂപയാണ് സമ്മാന തുകയായി നൽകുന്നത്. വിവരങ്ങളുമായി സാരംഗ് സുധാകരൻ തിരുവനന്തപുരത്ത് നിന്നും ആജ്ഞാ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ആദ്യം സാരംഗിലേക്കാണ്. സാരംഗ്, എന്തായാലും ഒരു നീണ്ട നാളത്തെ കാത്തിരിപ്പുണ്ട്. ഭാഗ്യാന്വേഷികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണിത്. എപ്പോഴാണ് നറുക്കെടുപ്പ്? അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? സമ്മാനത്തുക, അതിൻ്റെ രീതികൾ എങ്ങനെയാണ്? സാരംഗ്. നമസ്കാരം. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ ഈ വർഷത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ BR 107ാമത് നറുക്കെടുപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാന സർക്കാർ നിയോഗിച്ചിട്ടുള്ള പ്രത്യേക ടെക്നിക്കൽ കമ്മിറ്റി പരിശോധിച്ച് സുതാര്യത ഉറപ്പുവരുത്തിയത് ആരംഭിച്ചിരിക്കുന്നു. $20 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. 55 ലക്ഷം ടിക്കറ്റുകൾ അച്ചടിച്ചതിൽ 54 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ ഇതുവരെയും വിറ്റുപോയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ 20 കോടി രൂപയാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനം 1 കോടി രൂപ, അതും 20 പേർക്ക് വീതം നൽകും. 20 പേർക്കാണ് നൽകുന്നത്. മൂന്നാം സമ്മാനം 10 ലക്ഷം രൂപയാണ്. അതും 20 പേർക്കാണ് മൂന്നാം സമ്മാനം ലഭിക്കുക. ഇതിൻ്റെ നടപടിക്രമങ്ങൾ, നറുക്കെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഗോർഖി ഭവനിൽ വെച്ചാണ് നറുക്കെടുപ്പ് ഇപ്പോൾ നടക്കുന്നത്. ഏകദേശം 93 കോടി രൂപയോളം സമ്മാനത്തുകയായി നൽകുന്നുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഓണം ബമ്പർ അത് ആലപ്പുഴ സ്വദേശിക്കായിരുന്നു അടിച്ചത്. കൊച്ചി നെട്ടൂരിൽ നിന്നെടുത്ത ടിക്കറ്റിനായിരുന്നു. ഇത്തവണ ആരായിരിക്കും ആ ഭാഗ്യവാൻ അല്ലെങ്കിൽ ഭാഗ്യവതി എന്ന അതറിയാനുള്ളൊരു കാത്തിരിപ്പാണ്, ആകാംക്ഷയുടെ നിമിഷങ്ങളാണ്. സാരംഗിലേക്ക്. സാരംഗ്, ഈ നറുക്കെടുപ്പ് ആരംഭിച്ചിട്ടുണ്ടോ? അഡ്വക്കേറ്റ് ആര്യ MA, ബഹുമാനപ്പെട്ട സിനി ആർട്ടിസ്റ്റ് ശ്രീമതി സിനി പ്രസാദ് എന്നിവരെ നറുക്കെടുപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭാഗ്യക്കുറി വകുപ്പ് നിയോഗിച്ചിട്ടുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ അജയ് ജയകുമാറിന്റെ ടുപ്പിൽ ഒരു ക്രിസ്മസ് ബമ്പറിൽ തന്നെ റെക്കോർഡ് രീതിയിലാണ് ടിക്കറ്റ് വിൽപ്പന നടന്നത്. ടൗൺ സൂചിപ്പിച്ചതുപോലെ തന്നെ 54 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ഇപ്പോൾ ഇത്തവണ വിറ്റത്. കൃത്യമായി പറയുകയാണെങ്കിൽ 54,80,000-ലധികം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ഇത്തവണത്തെ ഒന്നാം സമ്മാനമാണ് ഏറ്റവും കൂടുതൽ ആകർഷകമായി നിൽക്കുന്നത്. അതായത് 20 കോടി രൂപയാണ് ഒന്നാം സമ്മാനമായി ലഭിക്കുക. പിന്നീട് രണ്ടാം സമ്മാനമായി 20 പേർക്ക് 1 കോടി രൂപ വീതം ലഭിക്കും. മൂന്നാം സമ്മാനമായി 10 ലക്ഷം രൂപയാണ് 20 പേർക്ക് ലഭിക്കുക. അത്തരത്തിൽ വളരെ ആകർഷകമായ രീതിയിലാണ് ഇത്തവണ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലുടനീളം റെക്കോർഡ് വിൽപ്പനയാണ് ഇത്തവണ നടന്നത്. ഇപ്പോൾ തിരുവനന്തപുരം ഗോർഖി ഭവനിലെ ചടങ്ങുകൾ, അതായത് നറുക്കെടുപ്പിന്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഈ ഒരു നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നിരവധി പേർക്ക്, അതായത് സാധാരണ ബമ്പർ സമ്മാനത്തിനപ്പുറം, ഒന്നാം സമ്മാനത്തിനപ്പുറം
രണ്ടാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്കും, മൂന്നാം സമ്മാനം 10 ലക്ഷം രൂപ 20 പേർക്കും, നാലാം സമ്മാനം 3 ലക്ഷം രൂപ വീതം 20 പേർക്കും നൽകും. അഞ്ചാം സമ്മാനം 2 ലക്ഷം രൂപ വീതം 20 പേർക്ക് ലഭിക്കുന്നതായിരിക്കും. 1 ലക്ഷം രൂപയുടെ 9 സമാശ്വാസ സമ്മാനങ്ങളും ഉണ്ടാകും. കൂടാതെ 5000 രൂപ, 2000 രൂപ, 1000 രൂപ, 500 രൂപ, 400 രൂപ എന്നിവ ഉൾപ്പെടെ 6.25 ലക്ഷത്തിൻ്റെ സമ്മാനങ്ങളാണ് നൽകുക. 400 രൂപയാണ് ടിക്കറ്റ് വില. 10 പരമ്പരകളിലായാണ് ഈ ടിക്കറ്റുകൾ വിപണിയിൽ എത്തിച്ചത്. ആജ്ഞ രവീന്ദ്രനിലേക്ക്. ആജ്ഞ, സാധാരണ ഗതിയിൽ ഈ ഭാഗ്യക്കുറി നറുക്കെടുപ്പ് ഏവരും ഉറ്റുനോക്കുന്നത് കൊച്ചിയിലേക്കാണ്. കാരണം കഴിഞ്ഞ ഓണം ബമ്പർ അത് ഭാഗ്യവാൻ ആലപ്പുഴ സ്വദേശിയാണെങ്കിലും നെട്ടൂരിൽ നിന്നുള്ള ഏജൻസിയിൽ നിന്നും ടിക്കറ്റ് എടുത്ത ആൾക്കാണ് ഒന്നാം സമ്മാനം ലഭിച്ചത്. 2023 കൊച്ചിയിൽ തന്നെയാണ് ഭാഗ്യമെത്തിയത്. സ്വാഭാവികമായി അതുകൊണ്ട് തന്നെ ഇത്തവണ ഏവരും ഉറ്റുനോക്കുന്നുണ്ട് എറണാകുളത്തേക്ക്, എറണാകുളം ജില്ലയിലേക്ക്. എന്താണ് ആളുകളുടെ ഒരു പ്രതികരണം, എങ്ങനെയാണ്? കലൂരുള്ള ലോട്ടറി വിൽപ്പന കേന്ദ്രത്തിലാണ് നിലവിലുള്ളത്. ഇവിടെ ഇപ്പോൾ വലിയ റഷൊന്നും കാണുന്നില്ല. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് വലിയ വിൽപ്പന നടന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ ഓണം ബമ്പർ 25 കോടിയുടെ നെട്ടൂരിൽ വിറ്റ ടിക്കറ്റിനായിരുന്നു ഓണം ബമ്പർ ലഭിച്ചിരുന്നത്. എന്തായാലും ഒരു SBI ബാങ്കിന്റെ ശാഖയിലെത്തിയ വിജയ ഇന്നും കേരളം മറന്നിട്ടില്ല എന്ന് വേണം പറയാൻ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ക്രിസ്മസ് ബമ്പറിനും അതുപോലെ തന്നെ നമുക്കറിയാം ഈ കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ബമ്പറുകൾക്കെല്ലാം വലിയ പ്രാധാന്യവും നൽകുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. പലരും ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പല ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും ഭാഗ്യം കടാക്ഷിച്ചത് കൊണ്ട് തന്നെ അവർ പലരും ഇതുമായി ബന്ധപ്പെട്ട ടിക്കറ്റുകൾ ഒക്കെ എടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ഇവിടുന്ന് അല്പം മുമ്പ് വരെ ടിക്കറ്റ് വിൽപ്പന തകൃതിയായി നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോൾ പ്രതികരണം എടുക്കാൻ ആളുകളെ അങ്ങനെ ലഭിക്കുന്ന ഒരു സാഹചര്യമില്ല എന്നാണ്. ചേട്ടാ, ലോട്ടറി എടുത്തിരുന്നോ? ലോട്ടറി എടുത്തിരുന്നു. പ്രതീക്ഷ അറിയാൻ പറ്റത്തില്ല. കൊച്ചിക്ക് ഇങ്ങനെ നിരന്തരം ഒന്നാം സമ്മാനമൊക്കെ അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഭാഗ്യം ഉണ്ടെങ്കിൽ അടിക്കും. 3-4 ടിക്കറ്റ് എടുത്ത് ഇപ്പം അല്ല, പലയിടത്തുനിന്ന് എടുത്തേക്കുന്നത്. ഇപ്പം ഇവിടുന്ന് എടുത്തിട്ടുണ്ട്. അപ്പം എവിടുന്നാ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അതെ അതെ, അങ്ങനെയാണ് ടോം. പലയിടത്തുനിന്നും പല സീരീസ് ആയിട്ടൊക്കെ എടുത്തിട്ടുണ്ട് ടിക്കറ്റുകളൊക്കെ. കൊച്ചിയിൽ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ നിരന്തരം ഇങ്ങനെ ഭാഗ്യശാലികളെ എത്തുന്ന ഭാഗ്യശാലികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൊച്ചി കേന്ദ്രീകരിച്ചും അതായത് പാലക്കാട്, കണ്ണൂർ തുടങ്ങിയ ഡിവിഷനുകളിൽ നിന്നുള്ള ആ സീരീസിലുള്ള ലോട്ടറികളൊക്കെ എടുക്കാനും ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിരുന്നാലും അതിശയിപ്പിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴ സ്വദേശിയാണെങ്കിലും നെട്ടൂരിൽ നിന്ന് എടുത്തിട്ടുള്ള ടിക്കറ്റിന് ഓണം ബമ്പർ അടിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതേസമയം ക്രിസ്മസ് ബമ്പറിനെയും അത്തരമൊരു പ്രതീക്ഷ കൊച്ചിക്കാർക്കും ഉണ്ട് എന്ന് വേണം പറയാൻ. കൊച്ചിയിലെയും ഭാഗ്യം കടാക്ഷിക്കുമോ എന്നുള്ള കാര്യം അല്പസമയത്തിനൊക്കെ നമുക്ക് കണ്ടറിയാൻ കഴിയും. എന്തായാലും 20 കോടിയാണ് ഒന്നാം സമ്മാനമായി എത്തുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെ വലിയ വിൽപ്പനയാണ്. 57 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റഴിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോഴും ടിക്കറ്റ് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല കേന്ദ്രങ്ങളിലും. എന്നാലും ഈ കൊച്ചിയുടെ സംബന്ധിച്ച് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം, കലൂരത്തെ ഈ ഭാഗം, ഈ ലോട്ടറി വിൽപ്പന ഒരു വലിയ തകൃതിയായി വിൽപ്പന നടക്കുന്ന ഒരു കേന്ദ്രം തന്നെയാണ്. എന്നാലും 55 ലക്ഷം ഭാഗ്യക്കുറി ടിക്കറ്റുകളാണ് അച്ചടിച്ചിട്ടുള്ളത്. ഇതിൽ വിറ്റഴിക്കപ്പെട്ടവ 54,08,880 എണ്ണവും വിറ്റഴിക്കപ്പെടാത്തവ 91,120 എണ്ണവുമാണ്. ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇന്നത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ബമ്പർ ഭാഗ്യക്കുറിയുടെ ഒന്നാം സമ്മാനത്തിനായുള്ള നറുക്കെടുപ്പിലേക്ക് കടക്കുകയാണ്. 20 കോടി രൂപയാണ് ഒന്നാം സമ്മാനത്തുക. ഒന്നാം സമ്മാനത്തിനായുള്ള നമ്പർ നറുക്കെടുക്കുവാനായി ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ശ്രീ ബെൻ ഡാർവിനോട് അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.